തബാറക സൂറത്ത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അവൻ ഖബറിലെ ഇടുക്കത്തെ തൊട്ട് സലാമത്താകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തബാറക സൂറത്ത് വളരെ പ്രധാനമാണ്. ഖബറിലെ ഇടുക്കം, ഖബർ എന്ന് പറഞ്ഞാൽ മഹ്ശറയിലേക്കുള്ള ആദ്യത്തെ വീടാണ്. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം മെച്ചമാ, അല്ലാതിരുന്നാൽ ജീവിതം ബഹു കഷ്ടമാ. ഖബറിലാണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഖബറിൽ സലാമത്താവണം. തബാറക ഓതിയാ മതി. രണ്ടിനും കൂടി 3-4 മിനിറ്റ്, 5 മിനിറ്റ് കൂട്ടുക, എത്ര വലിയ കാര്യമാണത്. അതിന് 5 മിനിറ്റ് എടുത്താലും നമുക്ക് എന്താ കുഴപ്പം? ആണുങ്ങൾ ഓതണം, പെണ്ണുങ്ങൾ ഓതണം. ഖുർആൻ ഓതുന്ന വീടുകളായി നമ്മുടെ വീട് മാറണം. ഖുർആൻ ഓതുന്ന വീടായിട്ട് മാറണം. നമ്മുടെ ഭരണഘടനയാണ് ഖുർആൻ ഷരീഫ്. ഖുർആൻ ഓതിയില്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. ജീവനില്ലാത്ത ശവം എത്ര ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വീടുകൾക്ക്, കുടുംബത്തിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ ഖുർആൻ ഓതുന്ന വീടും ഖുർആൻ ഓതുന്ന കുടുംബവും ആയിരിക്കണം. വളരെ പ്രധാനം. എങ്ങനെ ഓതണം? അപ്പം എന്നാ ഖുർആൻ ഓതണം. എന്നാൽ എന്നും രാവിലെ നീച്ച ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് അല്ല. വറത്തിലിൽ ഖുർആന തർതീല. ഇന്ന് ഓതിയതിന്റെ ബാക്കി നാളെ, നാളെ ഓതിയതിന്റെ ബാക്കി മറ്റന്നാള്. അടയാളം വെച്ചോതണം. അടയാളം വെച്ചോതിട്ടോ ഖുൽ റബ്ബിൻ നാസിന്റെ അവിടെ എത്തുമ്പോ ഖത്തം തീർന്ന് ദ്വാരക്കണം. സഹാബാക്കളിൽ നിന്ന് പലരും ഖത്തം തീർന്നാലേ ദ്വാരക്കാൻ വേണ്ടി മറ്റു സഹാബികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവാറുണ്ടായിരുന്നു. ഖത്തം തീർന്നാൽ എന്റെ ഖത്തം തീർന്നിട്ടുണ്ട്, ദ്വാരക്കാൻ വരി എന്ന് പറഞ്ഞിട്ട് പെരേക്ക് വിളിച്ചുകൊണ്ടുപോയി ദ്വാരപ്പിച്ചിരുന്നു. താബീങ്ങളായ പല പ്രമുഖരും ഖത്തം തീരുമ്പോ സഹാബത്തിൽപ്പെട്ട പലരെയും വീട്ടിൽ കൊണ്ടുപോയി ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. ദ്വാരന്നിട്ട് അടുത്ത ഖത്തം തുടങ്ങിയേക്കണം. ഖുൽ റബ്ബിൻ നാസിന്റെ അവിടെ എത്തിയാല് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനി ഓതി ദ്വാരന്നിട്ട് ഫാത്തിഹയും അൽ ബഖറയിൽ നിന്ന് 5 ആയത്ത് ഓതിയേക്കണം. എന്നിട്ട് അടുത്ത ഖത്തം. നിൽക്കണില്ല പരിപാടി, തുടർന്നു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു തല മുതൽ മറ്റേ തലയിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഖുർആനോത്ത് വേണം. അത് നമ്മളെ പെരയിൽ നടക്കണം. നമ്മൾ ഓതണം, നമ്മളെ വീട്ടിൽ ഓതണം.